നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള പരാമർശങ്ങളെ പുതിയ പരിഹാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പാകിസ്ഥാന് വേണ്ടി പാടുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ രൂക്ഷ ആക്രമണമാണ് അദ്ദേഹം നടത്തിയത്. പാകിസ്ഥാനു വേണ്ടി പാടുന്നവർ പാകിസ്ഥാനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഈ രാജ്യത്തിന് ഭാരമാകുന്നത്? അവിടെ പോയി യാചിക്കൂ എന്ന് ഉത്തർപ്രദേശിലെ മഹാബേയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് UP മുഖ്യമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിൽ ആറ്റം ബോംബുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. പാകിസ്ഥാന്റെ പക്കൽ ആറ്റം ബോംബ് ഉണ്ട് എങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഞങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് യോഗി ചോദിച്ചു. പരമാധികാര രാഷ്ട്രീയമായതിനാൽ പാകിസ്ഥാനെ ബഹുമാനിക്കേണ്ടത് പ്രധാനമാണെന്ന് ഒരു അഭിമുഖത്തിൽ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ അടുത്തിടെ നടത്തിയ പരാമർശങ്ങളെ വിമർശിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നും അവരുടെ ജീവിതം മികച്ചതാക്കിയെന്നും മുഖ്യമന്ത്രി ആദിത്യനാഥ് പറഞ്ഞു. ഈ പാകിസ്ഥാനെ ജനസംഖ്യയേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. തിങ്കളാഴ്ച തിരഞ്ഞെടുപ്പ് റാലിക്കിടെ UP മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും രാമവിദ്വേഷികൾ എന്ന് യോഗി വിശേഷിപ്പിച്ചിരുന്നു. രാമവിദ്വേഷികൾ അസന്തുഷ്ടരാണ്. രാമക്ഷേത്രം ഉപയോഗശൂന്യമാണെന്ന് അവർ പറയുന്നു. രാമഭക്തർക്ക് നേരെ വെടി ഉയർത്തിക്കൊണ്ടായിരുന്നു അവരുടെ കാലത്തെ രാജ്യ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായതെന്നും തീവ്രവാദികൾക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു.